ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്മൂക്കി ക്രാഫ്റ്റ്. നമ്മൾ കളിക്കാൻ പോണ നമ്മൾ സ്വന്തം MSN-ലാണ്. നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. നമ്മളെ MSN കയറിയിട്ട് ഞാൻ കുറേ ദിവസമായി. അപ്പം ഇവിടെ എന്തൊക്കെ കുറെ അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ഫസ്റ്റ് തന്നെ ഇവിടെ പാർക്കലായിരുന്നു, എൻ്റെ പേര് ഞാനും മറന്നുപോയി. നമുക്ക് അങ്ങോട്ട് തന്നെ പോയി നോക്കാം. വല്ലതും വരേണ്ടതാണ്. എന്ത് സംഭവം? എന്തായാലും അവിടെ ആരാ ഫില്ല് ചെയ്യാൻ വിട്ടുപോയി. എന്ത് സംഭവം? ഓ, ഇത് റയൽ കയറി പോലേ. ഇത് കൊള്ളാം ഗൈസ്. ഒരു സ്കള്ളിൻ ഷേപ്പ് ഉണ്ടാക്കി. ഇത് ആരുണ്ടാക്കിയാലും നല്ലത്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ബാക്കിയിൽ അതിന്റെ അപ്പുറത്ത് തന്നെ എന്റെ മെക്ഡൊണാൾഡ്സ് ഉണ്ട്. ഇവിടെ നിന്ന് കറങ്ങി തലയിറങ്ങി വന്നവർക്ക് ഫുഡ് കഴിക്കാൻ നമ്മളെ മെക്ഡൊണാൾഡ്സ് ഇവിടെ സെറ്റാണ്. മെക്ഡൊണാൾഡ്സ് കുറച്ച് പണിയും കൂടെ ചെയ്യണ്ട ഗൈസ്. ഇത്രയും നാളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പരിപാടിയും കൂടെ ചെയ്യാം. അത് ഞാൻ ഇനി സമയം കിട്ടുമ്പോൾ ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ നമ്മളെ ആർക്കും വേണ്ടാത്തൊരു ബാങ്ക്, ഇതിനകത്ത് നിന്നുള്ള സ്വർണവും ഡയമണ്ട്സ് ഒക്കെ ആരും അടിച്ചോണ്ട് പോയി. എന്നിട്ട് അത് പോലും ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. എന്തിനാണോ എന്തോ ഗൈസ് ഇവിടെ ഒരു പോലീസ് വെച്ചേക്കുന്നത്. അവനെ നമ്മളെ നോക്കേണ്ട അവസ്ഥയാണ്. അത് അടിച്ചോണ്ട് പോയിട്ട് ഇത് ഞാൻ അടിച്ചോണ്ട് പോയി അവൻ പറയും. അടിച്ചോണ്ട് പോയിട്ട് 2-3 മാസമായി. എന്നിട്ട് ഇതുവരെ അതിനെ കുറിച്ച് കണ്ടുപിടിച്ചിട്ട് വരില്ല. നമ്മളെ ഇവിടുത്തെ GT എന്ന് പറയുന്ന ഒരു പോലീസ് എന്നൊക്കെ പറയുന്ന പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയോണ്ട് പോലീസായി ഒരുത്തൻ. അതുവഴി നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ കുറെ കാടൊക്കെ പോച്ചയൊക്കെ ഉണ്ടാക്കി ഇപ്പിച്ചിട്ടുണ്ട്. പോച്ചയൊക്കെ വെച്ചുപിടിച്ചിട്ടുണ്ട്. പോച്ച മരം. ഇതെന്തോ അമ്പലോ? എഫ് ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിനകത്ത് കയറി. ഇതെന്ത് സംഭവം? ആർക്കറിയാ? നീല ബെഡ് ആരെയാണ്? നീല ബെഡ് സോൾ കിങ്ങിന്റെ അല്ലേ? നീല ബെഡ് സോൾ കിങ്ങിന്റെ അല്ലേ ഗൈസ്? ആ നീല കളർ സോൾ കിങ് ഉണ്ടാക്കിയതാ? ആർക്കറിയാം. പിന്നെ എപ്പോഴേ ഇവിടുത്തെ ഫൗണ്ടൻ എപ്പോഴും ഉണ്ടായിരുന്നു. എന്റെ കാര്യമില്ല. നമുക്ക് നോക്കാം. പോസ്റ്റ് ഓഫീസ്, അപ്പുറത്ത് ഹോസ്പിറ്റൽ, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സോൾ കിങ്ങിന്റെ വീട്. കറക്റ്റ്. ഫുഡില്ലാത്ത ഞാൻ കൈ TNT ഉൾപ്പെടെ ഉണ്ട്. ഫുഡില്ലെങ്കിൽ നമ്മൾ വഴി കൂടെ പോണ പശുവിനെ തല്ലിക്കൊന്ന് നമ്മൾ കഴിക്കുന്നതാണ്. നോട്ടിന്റെ വീട് ഇതുവരെ ട്രോള് കിട്ടാത്തൊരു വീടാണ് നോട്ടിന്റെ വീട്. പുതിയ ഷോപ്പ് എന്തരാന്നല്ലോ. എന്തുവാടാ ഇത്? എമറാൾഡാ? ഇനി ഞങ്ങൾക്ക് എമറാൾഡും കൂടെ തരാടാ. കൊള്ളല്ലോ. എന്തിന്റെ ഷോപ്പ്? ഷോപ്പിംഗ് മാൾ ആയിരിക്കും ഉദ്ദേശിച്ചത്. എനിക്കൊന്ന് എഫ് ഗെയിമിംഗ് ഉണ്ടാക്കിയതായിരുന്നു. എഫ് ഗെയിമിംഗിന്റെ അല്ല, കണ്ട പച്ച കളർ എഫ് ഗെയിമിംഗ് അല്ല. നോട്ടിന്റെ വീട് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് കുതിരയൊക്കെ കുതിരയൊക്കെ ആരാ എടുത്തോണ്ട് പോയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതെന്ത് സാധനം? ഫാം ആണെന്നോ? ഇത് ആരുണ്ടാക്കിയതാണോ എന്തോ? GTയുടെ വീട്ടിനപ്പുറത്താണ്. ഒരു മിനിറ്റ് ഗൈസ്, അവിടെ നിന്ന് ഞാൻ ചെറുതായിട്ട് ഇങ്ങോട്ട് വന്ന് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, മറന്നുപോയി. നമ്മളെ കേസ് ഉണ്ടായിട്ടും അന്വേഷിക്കാത്ത ഒരു സ്റ്റേഷനാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ എന്ത് കേസാ? ഫസ്റ്റ് ബാങ്ക് മോഷണമായിട്ട് പറഞ്ഞു പോയി. അത് വേറെ ആരെയൊക്കെ അടിച്ചു മാറ്റി. ഇനി ഇതിനകത്തുള്ള ആള് തന്നെ അടിച്ചു മാറ്റിയിട്ട് ആളെ കിട്ടാതിരിക്കുന്നതാണോ? എന്നിട്ട് അത് തിരിച്ചു വിടാൻ ഏതോ ഡ്രഗും കൊണ്ടുവന്ന് ഇവിടെ 2-3 ഡ്രഗ് അടുക്കി വെച്ചിരുന്നു.
അതെടുത്ത് വലിച്ചിട്ട് ഇപ്പൊ കിറിഞ്ഞ് എങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കുകയും അടുത്ത കേസ് വരുമ്പോ ഇനി അതിന്റെ ബാക്കിൽ നിന്ന് പോകും. ഒരു കേസും കണ്ടുപിടിക്കില്ല. വീരവാദം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ നമ്മളെ സ്വന്തം സിറ്റി ഇൻസ്പെക്ടർ ടി സാറിന്റെ വീടാണിത്. അപ്പുറത്ത് ടി സാർ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഇവൻ തന്നെ അടിച്ചു മാറ്റിയിട്ട് അതിനകത്ത് കേസ് ഉണ്ടാക്കുക. പിന്നെ ജിറ്റിയുടെ പട്ടി, ഇതൊക്കെ എന്റെ പൊന്നു പട്ടിക്കൂട്ടായി ഇറങ്ങി ഓടിക്കോ. റോക്കി ഇറങ്ങി ഓടിക്കോ. നീ ഇങ്ങനെ രക്ഷപ്പെടും ഇതിന്റെ കൂടെ കിടക്കുന്ന കാട്ടില്. കൊറേ TNT ഇട്ടങ്ങ് പൊട്ടിച്ചാലോ. പിന്നെ നമ്മളെ ജിറ്റി സാറിന് പുതിയൊരു ഇന്നോവേഷൻ നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി. പണി കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ട്രെയിൻ ഒന്നുമില്ല, ക്ലോക്ക് പോലും വർക്ക് ആവുന്നില്ല. എന്നിട്ട് അതിന്റെ ഇപ്പുറത്ത് ഇവിടെ ക്ലൗണിന്റെ ഒരു അത്യാവശ്യം കുഴപ്പമില്ല, ഡിസൈൻ കുഴപ്പമില്ല. പക്ഷെ ട്രെയിൻ ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷൻ. ഇത് ഡീസന്റ് സാധനം. സ്റ്റേഡിയം ഇതെനിക്കൊന്ന് ക്ലൗൺ ബ്രോ ആണെന്ന് ഉണ്ടാക്കിയത്. ഓ ഫ്ലാഗ്, ഫുൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേസ്. ഇത് ഡീസന്റ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേസ്. കളി നടക്കൂലെന്നേ ഉള്ളൂ. ഓ നമുക്ക് ഇതുവഴി ഇറങ്ങാല്ലേ. നമ്മൾ അങ്ങനെ ഇറങ്ങി പോകാറില്ല, നമ്മൾ ചാടിയേ പോകാറുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം. ഓക്കെ, അപ്പൊ കൊണ്ടുപോവാം. അതിന് എന്റെ ബേസും കൂടെ ഉള്ളു. തുറന്നു കുറെ മാറ്റങ്ങൾ സിറ്റിയിൽ വന്നു. ഈ കൂടെ എന്നാണ് കഴിച്ച ഒരു ട്രെയിൻ പോകുന്നത്? ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഗൈസ് എന്റെ വീട്ടിലേക്ക്. ആ വീട് എത്ര നേരം തന്നെ പൊട്ടാത്തുണ്ടോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പൊട്ടിക്കാതെ തന്നെ ആരും പൊട്ടിച്ചിട്ടില്ല ഇതുവരെ. എന്റെ വീടിന്റെ അപ്പുറത്തേക്ക് ഇത് ഞാൻ കാണിച്ചിട്ടുള്ളതാ. നമ്മളെ സ്വന്തം ഇതെന്റെ വീട്. ഇത് ഞാൻ കാണിച്ചിട്ടുള്ളതാ. ഇതിന്റെ അപ്പുറം ഫയർ സ്റ്റേഷനും കാര്യങ്ങളും ഇതിന്റെ അപ്പുറം ഉണ്ട്. ഇത് നമ്മളെ നോട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കിയതാ. ഇതൊക്കെയാണ് ഗൈസ് ഇവിടെ വന്നേക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളും. കുറെയൊക്കെ നേരത്തെ ഉള്ളതൊക്കെ തന്നെ. പക്ഷെ നമ്മളെ ഗെയിമിങ് നമ്മളെ സെർവറിൽ ജോയിൻ ചെയ്ത് അത്യാവശ്യം കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ഷോപ്പ് ഉണ്ടാക്കി, വേറെ എന്തൊക്കെയാ ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ആ ഷോപ്പ് മാത്രമേ കണ്ടോളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ഗൈസ്.